നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഈ കല്യാണം നടത്താം. ഞാൻ പ്രിയോട് സംസാരിക്കാം. ആ, അവൾ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ അമ്മയ്ക്ക്? സ്നേഹം, എന്നോടുള്ള സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നുകൊണ്ടുള്ള കുറ്റബോധം. എന്റെ പ്രിയെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ലമ്മേ. അവളൊരു പാവമാ. അവർക്കിതൊന്നും താങ്ങാൻ പറ്റില്ല. മേലിൽ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച നിന്റെ അവൻ ദുഃഖം തീർക്കാൻ വന്നിരിക്കുന്നു. ആരാ വിളിച്ചത്? അവൻ തന്നെ, അവിനാശം. എടി, അതിന് കല്യാണം വേണ്ടെന്ന് അവള് പറഞ്ഞ കാര്യം നീ എന്തിനാ അവനോട് പറഞ്ഞത്? അത് ഞാൻ ഓർത്തില്ല സുധേട്ടാ, അറിയാതെ പറഞ്ഞു പോയി. പറ്റിയത് പറ്റി. ഇനി ഇത് നീ ചെന്ന് അവളോട് പറയാൻ നിൽക്കണ്ട. ഞാൻ ഇത് പിടി. ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞു നടക്കും കഴുത. അബദ്ധം പറ്റിയല്ലോ. ഇതൊക്കെ പ്രിയമോൾ അറിയാതിരുന്നാ മതിയായിരുന്നു. ഹലോ പ്രിയമോളെ, അപ്പോ ഞാൻ പറഞ്ഞാലും നീ അനുസരിക്കുമല്ലേ? എന്നോട് ഇത്രമാത്രം സ്നേഹം നിനക്കുണ്ടെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. DK കുറ്റം പറഞ്ഞിട്ടായാലും നീ ആ കല്യാണം വേണ്ടെന്ന് വെച്ചല്ലോ. നന്നായി, വളരെ നന്നായി. ഇനി നമുക്ക് കല്യാണം കഴിക്കാം. മോളെ, എനിക്ക് സമ്മതമാണെന്ന് നിന്റെ ഒരു വാക്ക്, അത് മാത്രം മതി. ബാക്കി ഞാൻ ഏറ്റു. ഈ കല്യാണം മുടങ്ങിയതൊക്കെ മറന്നുകളാ. അതിനെന്റെ കല്യാണം മുടങ്ങിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിന്റെ അമ്മ. പാവം, അവർക്ക് എത്രമാത്രം സങ്കടമുണ്ടെന്നറിയോ? ദേ, ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ. മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് ഞാനുണ്ടടാ. കഴിഞ്ഞോ നിങ്ങളുടെ സ്നേഹപ്രകടനം? നന്നായിട്ടുണ്ട് നിങ്ങളുടെ അഭിനയം. ദേ, ഒരുപാട് കാലം ഈ അഭിനയം കണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതാ. ഇനിയില്ല, വച്ചിട്ട് പോണം മിസ്റ്റർ. പ്രിയമോളെ, നീ തന്നെയാണോ ഈ പറയുന്നത്? എന്റെ സ്നേഹം നിനക്കറിയാവുന്നല്ലേ മോളെ? സ്നേഹോ? അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? താലി കെട്ടിയ ഭാര്യയെ വീടിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണോ തന്റെ സ്നേഹം? ഒരു പെണ്ണിനെ കള്ളം പറഞ്ഞ് ചതിച്ച് ജീവിതം നശിപ്പിക്കാൻ നോക്കിയതാണോ തന്റെ സ്നേഹം? ചതിയും വഞ്ചനയും അല്ലാതെ തനിക്ക് എന്തെങ്കിലും അറിയോ? ഈ കല്യാണം ഞാൻ വേണ്ടാന്ന് വെച്ചത് എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. ഈ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി കല്യാണം കഴിച്ചില്ലാന്ന് വരാം. എന്നാലും തന്നെ പോലൊരു ദുഷ്ടനെ ഞാൻ കല്യാണം കഴിക്കില്ല. പ്രിയമോളെ, ഇങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ. എനിക്കറിയാം, സമനില തെറ്റിരിക്കുവാ നീ ഇപ്പോ. എന്നോടുള്ള സ്നേഹം കൊണ്ടാ നീ ഇങ്ങനെ നില തെറ്റിയ പോലൊക്കെ പെരുമാറുന്നത്. ഈ ജന്മത്തിൽ ഞാനല്ലാതെ മറ്റാരെ കല്യാണം കഴിച്ചാലും മോക്കൊരു സന്തോഷം ഉണ്ടാവുകയല്ല. അതെനിക്കറിയാം. അതുമാത്രമല്ല, നിന്നെപ്പോലെ തന്നെയാ ഇപ്പൊ എന്റെ അവസ്ഥയും. നീ അറിഞ്ഞോ? നിന്റെ കല്യാണം തീരുമാനിച്ച വിവരം അറിഞ്ഞപ്പോ
ഞാൻ എത്രമാത്രം സങ്കടപ്പെടുന്നു. ഭഗവാനെ, സത്യത്തിൽ എന്റെ പ്രാർത്ഥന കൊണ്ടാ ഇതൊന്ന് മുടങ്ങിയത്. ഏത് ദൈവങ്ങളാണോ തന്റെ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത്? എന്റെ ജീവിതത്തിലെ ഒരു തെറ്റായിരുന്നു നിങ്ങള്. അത് ഞാൻ തിരുത്തി. ദേ, കള്ളത്തരം പറഞ്ഞു അഭിനയിച്ചു ഇനി മേലിൽ എന്നെ വിളിക്കരുത്. I hate you, I hate you. നിനക്കെന്നെ ഹേറ്റ് ചെയ്യാൻ, പക്ഷേ എനിക്ക് പറ്റില്ല. I love you. Really, I love you. ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ആ ഡിവോഴ്സ് പെറ്റീഷൻ നാളെ തന്നെ മൂവ് ചെയ്തു. ആ, ഓക്കെ. പ്രിയമോളെ, ഇതൊന്നല്ല, നിന്റെ ഒരു കല്യാണവും നടക്കില്ല. ഞാനല്ലാതെ മറ്റാരും ഈ ജീവിതത്തിൽ നിന്നെ കല്യാണം കഴിക്കില്ല. നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ എന്റെ ഭാര്യയാവാതെ അടങ്ങില്ല ഞാൻ. രാവണനാടി ഞാൻ. മോഹിച്ചതെല്ലാം സ്വന്തമാക്കിയ ലങ്കാധിപതിയായ രാവണൻ. അമ്മയ്ക്കിത് എന്തിന്റെ സൂക്കേടായിരുന്നു? കല്യാണം മുടങ്ങിയ കാര്യം അവനെ വിളിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതൊരു അബദ്ധം പറ്റിയതാ മോളെ. പെട്ടെന്ന് അവൻ വിളിച്ചപ്പോ ദേഷ്യം കൊണ്ട് ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. നീ അങ്ങ് ക്ഷമിക്ക്. നാണമില്ലേ അമ്മയ്ക്കിത് പറയാൻ? ഇങ്ങനെ മാറി മാറിക്കൊട്ടാൻ ഞാനെന്താ ചെണ്ടയാണോ? എടി, നീ അത് വിട്. അവന് ഭ്രാന്ത. ആ അതെ, അവന് ഭ്രാന്ത. എന്നോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് അവന് ഭ്രാന്തായതാ. ആ ഭ്രാന്ത് ഏതറ്റം വരെ പോകുന്ന അമ്മയ്ക്കറിയോ? എനിക്കറിയാം. ആ പേടി എന്റെ ഉള്ളിൽ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുക. അതൊന്നും നീ കാര്യമാക്കണ്ടെന്നേ. ആ, നീ ഇപ്പോ ഒരു നാക്കുപിഴ പറഞ്ഞെങ്കിലും ഈ കല്യാണം നടന്നു കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പോവും. നിന്നെ ശല്യപ്പെടുത്താൻ അവൻ ഇനി വരികയില്ല. അമ്മ എന്താ പറഞ്ഞ? നാക്കുപിഴയോ? എനിക്ക് ഒരു നാക്കുപിഴയും സംഭവിച്ചിട്ടില്ല. ഞാൻ 1000 വട്ടം ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. ഈ കല്യാണമൊന്നല്ല, എനിക്ക് ഒരു കല്യാണവും ഈ ജന്മത്ത് വേണ്ട. എന്റെ ഭഗവതി, ചതിച്ചോ? ഇതെന്താ മൂടി പൊതിച്ച് കിടക്കുന്നെ? ഹിറ്റ്ലറെ എഴുന്നേറ്റേ. ഹിറ്റ്ലറെ, അയ്യോ ചൂടുണ്ടല്ലോ. ഈശ്വര, പനിയാന്ന് തോന്നുന്നു. എന്തായാലും ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കാം. ഹിറ്റ്ലറെ,
എഴുന്നേക്ക്. ഹിറ്റ്ലർ ഒന്ന് എഴുന്നേറ്റേ. ഒന്ന് എഴുന്നേക്ക്. ഇത് കഴിച്ചിട്ട് കിടക്ക്. വാ. ദാ. പനിയുണ്ടെങ്കി എന്താ പറയാത്തെ? ഇതാ ആണുങ്ങളുടെ കുഴപ്പം. എന്തെങ്കിലും ഒരു അസുഖം വന്നാ പറയത്തില്ല. അതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കും. എന്നിട്ടിതാ ഇങ്ങനെ ചൂട് കൂടുമ്പോ പൊതച്ചു മൂടി കിടക്കും. ഇന്നിപ്പോ ഞാൻ നേരത്തെ പോയിരുന്നെങ്കിലോ? ഇപ്പഴും കൊച്ചോട്ടിയാന്ന വിചാരം. പ്രായം താഴത്തേക്കല്ല മുകളിലോട്ടാ പോണേ. അത് ഓർമ്മയിരുന്നാ കൊള്ളാം. അതിന് നീ എന്തിനാണ് ചൂടാവുന്നത്? അത്രയ്ക്ക് വലിയ പനിയൊന്നുമില്ല, ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ആ, ചെറിയ ചൂട് തന്നെയാ പിന്നീട് വലിയ പനിയാവുന്നേ. ഞാനേ എന്തായാലും ഡോക്ടറെ ഒന്ന് വിളിക്കാമേ. വേണ്ട, ഇപ്പൊ എന്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ തന്നെ ഇപ്പൊ വിളിക്കാം. ഇതാരെ ഇങ്ങോട്ട് വിളിക്കുന്നേ? ഹലോ മേഡം ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. എന്തു പറ്റി? മാഡം, ഇവിടെ വലിയ പ്രശ്നം നടക്കുക. മാഡം ഒന്ന് പെട്ടെന്ന് വരണം. ശരി, ഞാനിവിടെ ഉടനെ എത്തിക്കൊള്ളാം. ആരാ വിളിച്ചത്? റെസ്റ്റോറന്റിലെ മാനേജറാ. ഞാനൊന്ന് റെസ്റ്റോറന്റിൽ പോയിട്ട് വരാം. റെസ്റ്റ് എടുത്തോ. പിന്നെ പനി കൂടുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഉടനെ വന്നേക്കാം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? ഓ, ഒരു പ്രശ്നമില്ല. അവിടെ എന്തുണ്ടായാലും ഞാൻ മാനേജ് ചെയ്തോളാം. ഡേക്ക് ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുക്ക. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കം ഇൻ. മാഡം. കൃഷ്ണകുമാർ, എന്തായി? പ്രശ്നം പരിഹരിച്ചോ? ഇല്ല മാഡം, അയാൾ പോയിട്ട് പിന്നെയും വന്നു. 2 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ കൊണ്ടാ ഇപ്പൊ വന്നത്. ഓ, എന്നിട്ട് എവിടെ? വിളിക്ക. മാഡം, നമ്മളെ ഭാഗത്തൊരു തെറ്റുമില്ല. ഇതാ പോലീസുകാരെ മനഃപൂർവ്വം ചെയ്ത. അയാൾക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട്. അവരുടെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. എന്തായാലും അവരെ ഇങ്ങോട്ട് വിളിക്ക. ശരി മാഡം. ചേട്ടനായിരുന്നു? അല്ല, ഇവർക്കാരാ? ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ. ഓ, ഇരിക്കൂ സർ, ഇരിക്കൂ. ചേട്ടനും ഇരിക്കൂ. എന്താ ചേട്ടാ പ്രശ്നം? പ്രശ്നം എന്താന്നോ? എന്റെ കൊച്ചുങ്ങൾ ആശുപത്രിയില്ല. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, നിങ്ങളുടെ ഹോട്ടലിൽ ഞാൻ പൂട്ടിക്കും. ഓ, കുട്ടികൾക്ക് എന്താ പറ്റി? നിങ്ങളെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ ആ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായത്. നിങ്ങളിവിടെ പഴയ ഫുഡാണോ സെർവ് ചെയ്യുന്നത്? സർ, അനാവശ്യം പറയരുത്. ഇവിടെ പഴകിയ ഫുഡൊന്നും കൊടുക്കാറില്ല. എന്നിട്ടാണോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വന്നത്? മര്യാദയ്ക്ക് നഷ്ടപരിഹാരം തരണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരാതി പോയാ കളി മാറും. ആണോ? അല്ല, സാറിന്റെ കുട്ടികള് ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ പനിയായിട്ട് അഡ്മിറ്റ് ചെയ്തു എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പനിയോ? എന്റെ കുട്ടികൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാ. ഏത് ഡോക്ടറാ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്? ബഹളം വെക്കാതിരിക്കൂ സർ.
ഞാൻ ഹോസ്പിറ്റലിൽ പോയി സാറിന്റെ കുട്ടികളെ കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെ നിങ്ങൾ കഴിച്ചതിന്റെ പണം കൊടുക്കാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനൊരു പണി എന്തായാലും വരുമെന്ന്. ഒരസുഖവും ഇല്ലാത്ത സ്വന്തം മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് ഇവിടെ കയറി വന്ന് നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? അമിതമായിട്ട് ആഹാരം കഴിച്ചതിന്റെ ദഹനക്കേട് കൊണ്ടാ പനി വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ കുട്ടികളുടെ അസുഖം എന്താണെന്ന് ഡോക്ടർ എഴുതി തന്ന റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. നോക്കണം സർ. സാറ് പോയി ഹോട്ടൽ അടുപ്പിക്കാനുള്ള ആളെയും കൂട്ടി ഇങ്ങ് വാ. സാറിന്റെ പണി ഞാൻ കളയും. നിങ്ങൾ എന്താ കരുതിയത്? ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത DK റെസ്റ്റോറന്റ് ആയത്. ഇവിടെ കയറി കളിച്ചാലുണ്ടല്ലോ പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്തേ കാണണോ? സോറി മാഡം, കുട്ടികൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയിന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൂടെ വന്നത്. മാഡം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. സർ, ഇയാളും ഭാര്യയും മക്കളും ചേർന്ന് ഇന്നലെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചായിരുന്നു. കുറച്ച് പാഴ്സലും വാങ്ങിച്ചു. കാശ് ചോദിച്ചപ്പോ പോലീസുകാരനാണെന്നും പറഞ്ഞ് ജാട കാണിച്ചു. കാശ് വാങ്ങിയിട്ടാ പിന്നെ ഇയാളെ ഇവിടുന്ന് വിട്ടത്. അതിന്റെ ചുരുക്ക സാറേ കാണിക്കുന്നത്. അല്ലാതെ ഇയാളുടെ കുട്ടിയൊക്കെ ഒരു അസുഖമില്ല. മതി. എന്തൊരു നാണക്കേടാടോ ഇത്. ഇത് കേൾപ്പിക്കാനാണോ താൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? സോറി വേണ്ട, കാണിച്ചു തരാം ഞാൻ. അതെ സാറേ, ഇനിയെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ആഹാരം കഴിച്ചാ കാശ് കൊടുക്കണം കേട്ടാ. ഹിറ്റ്ലറിനെ വരെ കുപ്പിയിലിറക്കിയ എന്നോടാ ഇവന്മാരുടെയൊക്കെ കളി. അപ്പൊ അവിടെയും പണി പാളി. നാണമില്ലടോ തനിക്കിങ്ങനെ തോറ്റു തുന്നം പാടി എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. സാറേ, ആ പെണ്ണിത്തിരി കട്ടിയാ. ആ പെണ്ണിന്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല. തുടങ്ങി. അവള് നമ്മൾ വിചാരിച്ച പോലല്ല. അവള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും കണ്ട് റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാ വന്നത് സാർ. ശോ, എന്റെ കസിന്റെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി. അവളൊരു പെൺപുലിയാ സാർ. നിർത്തണം. അവളുടെ മഹത്വം വിളമ്പാനല്ല തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ ഹോട്ടലിൽ കൂട്ടിട്ട് വരാനാ. സാറ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തതാ. അവൾക്ക് കാഞ്ഞ ബുദ്ധിയാ സാറേ. നമുക്ക് വേറെന്തെങ്കിലും അവൾക്കെതിരെ പ്ലാൻ ചെയ്താലോ? ഇനി തന്റെ ഒരു പ്ലാനും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇറങ്ങിപ്പോടും സർ. ഒരു ജ്യോതി എവിടെ തിരിഞ്ഞാലും അവളുടെ മഹത്വം മാത്രം. എന്റെ ആഗ്രഹങ്ങൾക്ക് ബലങ്ങതടിയാ നിൽക്കുന്നത് അവൾ ഒറ്റയൊരുത്തിയ. കൊല്ലും ഞാൻ അവളെ. എങ്ങനെ മാറും? നിങ്ങളുടെ മകള് കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേടിന് ആര് സമാധാനം പറയും? കുറിയടിച്ച് കല്യാണം വിളിച്ചു തുടങ്ങി. ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ ഇനി കല്യാണം നടക്കില്ലെന്ന് എങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ അതിന്റെ കാരണം ആളുകൾ അന്വേഷിക്കില്ലേ? എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുക നാട്ടുകാര്. അവരോടൊക്കെ പെണ്ണിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇനി അത് മുടങ്ങാൻ പറ്റില്ല സുധാകരൻ നായരെ. ഈ കല്യാണം നടന്നേ പറ്റൂ. നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവളിങ്ങനെ ഉറച്ചൊരു തീരുമാനമെടുക്കുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും മേനോനെ? പറയാവുന്നതിന്റെ അങ്ങേയറ്റം വരെ പറഞ്ഞു നോക്കി. പക്ഷേ അവൾ ആ കടുംപിടുത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിനൊരു കാരണം വേണമല്ലോ. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ മോൻ എന്താ ഒരു കുറവ്? തറവാട്ട് മഹിമയിലും അന്തസ്സിലും ഞങ്ങൾ ഒട്ടും പിന്നിലല്ല. അത്യാവശ്യം ജീവിക്കാനുള്ള പണവും ഞങ്ങൾക്കുണ്ട്. മേനോനെ, കുറവ് നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാ. നേരത്തെ ഉണ്ടായിരുന്ന പ്രേമബന്ധത്തിന്റെ പേരിലാണെങ്കിൽ
അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ഒരു പ്രശ്നം. അല്ല സുഷമ, അവള് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതിന്റെ കാരണം വേറെയാ.